ഹായ്, ഇന്നത്തെ നമ്മുടെ ലെസൺ അഡ്ജക്റ്റീവിനെയും ആഡ്വർബിനെയും പറ്റിയിട്ടുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ്, നാമവിശേഷണം. ആഡ്വേർബ് എന്ന് പറഞ്ഞാൽ ഒരു വെർബിനെയോ ഒരു അഡ്ജക്റ്റീവിനെയോ അതല്ലെങ്കിൽ വേറൊരു ആഡ്വേർബിനെയോ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ്, ക്രിയാവിശേഷണം. അപ്പോൾ അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ലെസൺ. ഹീ ഈസ് എ സ്ലോ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ അവൻ ഒരു സ്ലോ ആയിട്ടുള്ള ഡ്രൈവറാണ്. ഡ്രൈവർ എന്ന നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡാണ് സ്ലോ. അപ്പോൾ സ്ലോ എന്നത് അഡ്ജക്റ്റീവ് ആണ്. ഇനി ആഡ്വേർബ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ സ്ലോ എന്ന വേർഡിനെ നമുക്ക് ly എന്ന് ആഡ് ചെയ്ത് സ്ലോലി എന്നാക്കാം. ഹീ ഡ്രൈവ്സ് സ്ലോലി. ഇപ്പോൾ അവൻ സ്ലോ ആയിട്ട് ഡ്രൈവ് ചെയ്യുന്നു എന്നാണ്. ഡ്രൈവ്സ് എന്ന ഒരു വേർഡിനെ ഒരു വേർബിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വാക്കാണ് സ്ലോലി. അപ്പോൾ സ്ലോലി ഒരു ആഡ്വേർബായിട്ട് മാറി. ly എന്ന ഒരു എൻഡിങ്, 2 ലെറ്റേഴ്സ് ly, ഇത് രണ്ടും ആഡ് ചെയ്തപ്പോൾ അതൊരു ആഡ്വേർബായിട്ട് മാറി. അപ്പോൾ പല ആഡ്വേർബ്സും അതുപോലെ നമുക്ക് അഡ്ജക്റ്റീവിനോട് കൂടി ly ആഡ് ചെയ്ത് ആഡ്വേർബ്സ് ഉണ്ടാക്കാം. പക്ഷേ എല്ലാ അഡ്ജക്റ്റീവിനെയും അതുപോലെ ly ചേർത്ത് ആഡ്വേർബ് ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അതൊരു റൂൾ അല്ല. ചില അഡ്ജക്റ്റീവ്സിന് ly എന്ന എൻഡിങ് ഉണ്ട്. ചില അഡ്ജക്റ്റീവ്സ് അവസാനിക്കുന്നതും ly എന്ന 2 ലെറ്ററിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒരു റൂൾ അല്ല. ഇനി വേറൊരു എക്സാമ്പിൾ. ഹീ ഈസ് എ സ്കിൽഫുൾ പ്ലെയർ. വളരെ സ്കില്ലുള്ള, വളരെ പ്രാവീണ്യമുള്ള ഒരു കളിക്കാരനാണ് അവൻ എന്നാണ്. അവിടെ സ്കിൽഫുൾ എന്ന വാക്ക് പ്ലെയർ എന്ന നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് കൊണ്ട് അഡ്ജക്റ്റീവ് ആണ്. ഇനി നമുക്ക് ആ സ്കിൽഫുൾ എന്ന അഡ്ജക്റ്റീവിനെ ഒരു ly ചേർത്ത് ആഡ്വേർബായിട്ട് മാറ്റാം. സ്കിൽഫുള്ളി എന്നാക്കാം. ഹീ പ്ലേസ് സ്കിൽഫുള്ളി. നല്ല സ്കില്ലോടുകൂടി അവൻ കളിക്കുന്നു എന്നാണ്. സമർത്ഥമായിട്ട് കളിക്കുന്നു എന്നാണ്. അവിടെ അത് സ്കിൽഫുള്ളി എന്നത് ആഡ്വർബായിട്ട് മാറി. കാരണം പ്ലേസ് എന്ന വേർബിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഹീസ് എ ഗുഡ് പ്ലെയർ. ഗുഡ് എന്നതാണ് അവിടെ അഡ്ജക്റ്റീവ്. പ്ലെയർ എന്ന നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു. ഗുഡ് എന്നത് അഡ്ജക്റ്റീവ് ആണ് അവിടെ. പക്ഷേ ഗുഡ് എന്ന അഡ്ജക്റ്റീവ് ആഡ്വേർബാക്കി മാറ്റണമെങ്കിൽ ly ചേർത്താൽ പറ്റില്ല. ഗുഡ് എന്നതിൻ്റെ ആഡ്വേർബ് ഫോം വെൽ എന്നാണ്. ഹീ പ്ലേസ് വെൽ. ഹീ പ്ലേസ് വെൽ. പ്ലേസ് എന്നുള്ള വേർബിനെ ഡിസ്ക്രൈബ് ചെയ്യുകയാണ് വെൽ എന്ന വേർഡ് ചെയ്യുന്നത്. അപ്പോൾ വെൽ എന്നതാണ് ആഡ്വേർബ്. വേറൊരു എക്സാമ്പിൾ. യു സ്പീക്ക് ഗുഡ് ഇംഗ്ലീഷ്. അവിടെ ഗുഡ് എന്നത് ഇംഗ്ലീഷ് എന്ന നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വാക്കാണ്. അതുകൊണ്ട് ഗുഡ് എന്നത് അഡ്ജക്റ്റീവാണ്. യു സ്പീക്ക് വെൽ. യു സ്പീക്ക് ഇംഗ്ലീഷ് വെൽ എന്ന് പറഞ്ഞാലോ അവിടെ ആഡ്വേർബായിട്ട് മാറി. കാരണം സ്പീക്ക് എന്ന വേർബിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു. നെക്സ്റ്റ് എക്സാമ്പിൾ. ഷീ ഈസ് എ ഫ്രീക്വൻറ്റ് വിസിറ്റർ. അവൾ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു സന്ദർശകയാണ് എന്നാണ്. ഫ്രീക്വൻറ്റ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക്. ഷീ ഈസ് എ ഫ്രീക്വൻറ്റ് വിസിറ്റർ. വിസിറ്റർ എന്ന നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാണ് ഫ്രീക്വൻറ്റ് എന്ന വാക്ക്. അതുകൊണ്ട് തന്നെ ഫ്രീക്വൻറ്റ് എന്നത് ഒരു അഡ്ജക്റ്റീവാണ്. ഷീ വിസിറ്റ്സ് ഫ്രീക്വൻ്റ്ലി എന്ന് പറഞ്ഞപ്പോൾ അത് ആഡ്വർബായിട്ട് മാറി. കാരണം വിസിറ്റ്സ് എന്നുള്ള വേർബിനെയാണ് ആ വേർഡ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് അല്ലെങ്കിൽ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഫ്രീക്വൻ്റ്ലി എന്നാകുമ്പോൾ അത് ആഡ്വർബായിട്ട് മാറി. ദേ ആർ പ്രൊഫഷണൽ സിംഗേഴ്സ്. വളരെ പ്രൊഫഷണലായ രീതിയിൽ പാടുന്ന സിംഗേഴ്സാണവർ, പാട്ടുകാരാണ് അവർ. പ്രൊഫഷണൽ സിംഗേഴ്സ്. സിംഗേഴ്സ് എന്നുള്ള നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുകയാണ് പ്രൊഫഷണൽ. അതുകൊണ്ട് പ്രൊഫഷണൽ എന്നുള്ളത് ഒരു അഡ്ജക്റ്റീവാണ്. ഇനി ദേ സിംഗ് പ്രൊഫഷണലി എന്ന് പറഞ്ഞാൽ പ്രൊഫഷണലി എന്നത് ആഡ്വേർബാണ്. കാരണം സിംഗ് എന്ന വെർബ് എങ്ങനെ പാടുന്നു, ദേ സിംഗ് പ്രൊഫഷണലി. പാടുക, സിംഗ് എന്ന വേർബിനെയാണ് അത് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ പ്രൊഫഷണലി എന്നത് ആഡ്വേർബ് ആണ്. ദേ സ്പീക്ക് ഫ്ലുവൻറ്റ് ഇംഗ്ലീഷ്. അവർ വളരെ ഫ്ലുവൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. എങ്ങനെയുള്ള ഇംഗ്ലീഷിൽ? ഫ്ലുവൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷിൽ. അപ്പോൾ ഫ്ലുവൻ്റ് എന്നത് ഇംഗ്ലീഷ് എന്ന നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന അഡ്ജക്റ്റീവ് ആണ്. ദേ സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി.
ഫ്ലുവൻ്റ്ലി ly ചേർത്തു, ഫ്ലുവൻ്റ് എന്നതിനെ ഫ്ലുവൻ്റ്ലി എന്നാക്കി മാറ്റി. അതൊരു ആഡ്വേർബായിട്ട് മാറി. കാരണം ആ വേർഡ് സ്പീക്ക് എന്നുള്ള വേർബിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു. ദേ സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 അഡ്ജക്റ്റീവ്സ് ആൻഡ് ആഡ്വേർബ്സ് പറയാം. ഹാർഡ് ആൻഡ് ഫാസ്റ്റ്. ഹീ ഈസ് എ ഹാർഡ് വർക്കർ. വർക്കർ എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യുന്ന ആൾ. ഹാർഡ് വർക്കർ വളരെ കഠിനമായിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ വർക്കർ എന്ന നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുകയാണ്. ഹാർഡ് അവിടെ അഡ്ജക്റ്റീവ് ആണ്. ഹാർഡ്. ഹീ വർക്ക്സ് ഹാർഡ് എന്ന് പറഞ്ഞപ്പോഴോ അവിടെ ഹാർഡ് എന്നത് ആഡ്വർബായിട്ട് മാറി. അവിടെ നമ്മൾ ly ഒന്നും ആഡ് ചെയ്തില്ല. ഹാർഡ് എന്ന ആ വേർഡ് തന്നെയാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഹീ ഈസ് എ ഹാർഡ് വർക്കർ എന്ന് പറയുമ്പോൾ ഹാർഡ് അഡ്ജക്റ്റീവ് ആണ്. അതേസമയം ഹീ വർക്ക്സ് ഹാർഡ് എന്ന് പറയുമ്പോൾ ഹാർഡ് എന്നത് ആഡ്വേർബ് ആണ്. വർക്ക്സ് എന്ന വേർബിനെയാണത് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഫാസ്റ്റ് എന്നുള്ള അഡ്ജക്റ്റീവ്, വേഗതയുള്ള. ഹീ ഈസ് എ ഫാസ്റ്റ് റണ്ണർ. അവൻ ഒരു ഓട്ടക്കാരനാണ്, ഫാസ്റ്റായിട്ടുള്ള ഓട്ടക്കാരൻ. അപ്പോൾ റണ്ണർ എന്നുള്ള നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ അവിടെ ഫാസ്റ്റ്, വേഗത്തിൽ ഓടുന്ന ഒരു റണ്ണർ ആണ് എന്ന്. അപ്പോൾ ഫാസ്റ്റ് എന്നത് അവിടെ അഡ്ജക്റ്റീവ് ആണ്. ഹീ ഈസ് എ ഫാസ്റ്റ് റണ്ണർ. ഇനി ഹീ റൺസ് ഫാസ്റ്റ് എന്ന് പറഞ്ഞാലോ റൺസ് എന്നുള്ള വേർബിനെയാണ് ഫാസ്റ്റ് എന്നുള്ള വേർഡ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ ഫാസ്റ്റ് എന്നത് ആഡ്വേർബായിട്ട് മാറി. ഹീ ഈസ് എ ഫാസ്റ്റ് റണ്ണർ എന്ന് പറയുമ്പോൾ ഫാസ്റ്റ് അഡ്ജക്റ്റീവ് ആണ്. ഹീ റൺസ് ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ഫാസ്റ്റ് ആഡ്വേർബ് ആണ്. അപ്പോൾ ഫാസ്റ്റ് എന്നുള്ള ആ ഒരു അഡ്ജക്റ്റീവിന് ഒരു ചേഞ്ചും വരുന്നില്ല, അത് ആഡ്വേർബായിട്ട് മാറുമ്പോൾ. അതുപോലെ തന്നെയാണ് ഹാർഡ് എന്ന വേർഡ്. അഡ്ജക്റ്റീവ് ആവുമ്പോഴും അഡ്ജക്റ്റീവായിട്ടും അതുപോലെ ആഡ്വേർബായിട്ടും അത് യൂസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ലെസണിൽ അഡ്ജക്റ്റീവ്സ് അതുപോലെ ആഡ്വേർബ്സ് അതിൻ്റെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ?